നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പിതൃപുണ്യം നേടി ബലിതർപ്പണവും പിതൃക്കളുടെ മോക്ഷത്തിനും അനുഗ്രഹത്തിനുമായി ഭവനങ്ങളിൽ പലതരത്തിലുള്ള ആചാരങ്ങളും നടത്തുന്ന ദിവസങ്ങളാണ് കർക്കിടക വാവും അതിനോടനുബന്ധിച്ച് വരുന്ന ദിവസങ്ങളും. പിതൃക്കളുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകില്ലെന്നും പിതൃദോഷം വരുത്തിയാൽ വരും സന്തതി പരമ്പരകൾ വരെ അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നുമാണ് വിശ്വാസം. ബലിതർപ്പണത്തിന് പുറമെ കർക്കടക വാവിന് വീടുകളിൽ പിതൃക്കൾക്ക് ഭക്ഷണം നൽകുന്നതടക്കമുള്ള മറ്റ് ആചാരങ്ങളും നടത്തിപ്പോരുന്നുണ്ട്. അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതാണ് നമ്മൾ എന്തൊക്കെയെന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ പിതൃക്കൾ അഥവാ മരണപ്പെട്ട പൂർവികർ കുടുംബത്തെയും അവരുടെ ബന്ധുജനങ്ങളെയും കാണാൻ ഭൂമിയിലേക്ക് വരുന്ന ദിവസമാണ് കർക്കിടക വാവ് എന്നാണ് വിശ്വാസം. ഈ ദിവസം പിതൃക്കളെ സൽക്കരിക്കുകയും അവരോടുള്ള കടമകൾ നിർവഹിക്കുകയും അങ്ങനെ അവരെ സന്തോഷിപ്പിക്കുകയും വേണം എന്നതാണ് ആചാര വിശ്വാസം. വാവുബലി ഇതിനു വേണ്ടിയാണ് നടത്തുന്നത്. ഇതിലൂടെ കുടുംബത്തിന് പിതൃക്കളുടെ അനുഗ്രഹം സിദ്ധിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ പിതൃക്കൾ നമ്മുടെ ഭവനം സന്ദർശിക്കുന്ന ദിവസം പിതൃദോഷം, അവരുടെ ദോഷം അല്ലെങ്കിൽ അവരുടെ കോപം നമ്മൾക്ക് വരുത്തി വയ്ക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. അത് ഏതൊക്കെയാണ് എന്നതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ പിതൃദോഷം വരുന്ന കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ ചെയ്യുന്ന ആ കാര്യത്തിലൂടെ അവരുടെ മോക്ഷത്തിന് തന്നെ അത് വിഘ്നമാവുകയും അവർക്ക് മോക്ഷപ്രാപ്തി ലഭിക്കാതെ പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ കാര്യമാണ് ഇങ്ങനെ വാവിനോടനുബന്ധിച്ചും അത് വാവ് വരുന്ന ദിവസവും ചെയ്യാൻ പാടില്ലാത്തത് എന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യൂ. അറിവുകൾ ഏവരിലും എത്തട്ടെ. കർക്കിടക വാവിന് മുടി, നഖം എന്നിവ വെട്ടുകയോ താടി വടിക്കുകയോ അരുത്. ഇങ്ങനെ ചെയ്താൽ ചന്ദ്രന്റെ പ്രഭ കുറയുന്ന ദിവസങ്ങളായതിനാൽ ഇങ്ങനെ ചെയ്യുന്നത് മുഖേന ആ വ്യക്തിക്ക്, ഏത് വ്യക്തിയാണോ ചെയ്യുന്നത് ആ വ്യക്തിയുടെ ശരീരത്തിൽ നെഗറ്റീവ് ഊർജം പ്രവഹിക്കുന്നതിന്, നെഗറ്റീവ് ഊർജം ഉണ്ടാകുന്നതിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് കർക്കിടക വാവിന് മുടി, നഖ എന്നിവ മുറിക്കുവാനോ അതേപോലെ തന്നെ ഷേവ് ചെയ്യുവാനോ ഒന്നും പാടുള്ളതല്ല. അതുപോലെ തന്നെ വാവിനോട് അനുബന്ധിച്ച് വീടുകളിൽ നിന്ന് ചെടികളോ മരങ്ങളോ മുറിച്ചു മാറ്റുകയോ പിഴുതു മാറ്റുകയോ ചെയ്യുവാനും പാടുള്ളതല്ല. അതുകൊണ്ട് മരങ്ങൾ എന്തും അവിടെ നിൽക്കട്ടെ, തടസ്സമായി നിൽക്കുന്നതാണെങ്കിൽ പോലും ഈ വാവ് കഴിഞ്ഞതിന് ശേഷം എന്തു വേണോ ചെയ്തുകൊള്ളൂ. പക്ഷേ ഈ വാവിനോടനുബന്ധിച്ചുള്ള വാവ് വരുന്ന ദിവസവും മരങ്ങളായാലും ചെടിയായാലും പിഴുതു മാറ്റുവാനോ ഒന്നും പാടുള്ളതല്ല. അത് പിതൃദോഷത്തിനും അവരുടെ മോക്ഷപ്രാപ്തിക്കും നമ്മൾ തടസ്സം നിൽക്കുകയും ചെയ്യുന്നതിന് കാരണമാകും. നമ്മൾക്ക് ദോഷവും അതേപോലെ പിതൃക്കൾക്ക് ദോഷത്തിനും അത് കാരണമാകും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. അടുത്തത്, ഈ ദിവസങ്ങളിൽ മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൂട്ടിയിടുന്നതോ വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നതും ഒക്കെ അശുഭകരമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. വെള്ളം ഇറ്റു വീഴുന്ന നിലയിൽ വീടിനുള്ളിൽ നനഞ്ഞ വസ്ത്രങ്ങളും ഉണങ്ങുവാൻ ഇടാൻ പാടില്ല. മുഷിഞ്ഞ വസ്ത്രവും ധരിക്കരുത്. അതുകൊണ്ട് നനഞ്ഞ തുണിയൊക്കെ കുതിർത്തു വെച്ച് രാവിലെ വാഷ് ചെയ്യാം എന്നും കഴുകാം എന്നൊക്കെ കരുതി വെക്കുന്നവർ ഈ ദിനങ്ങൾ, ഈ വാവ് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എപ്പോഴും ശുദ്ധിയും വൃത്തിയും പരിപാലിക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ പോലും ഈ ദിവസങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. വാവിന് പുതിയ വസ്ത്രങ്ങളോ അതേപോലെ വസ്തുക്കളോ ഒന്നും വാങ്ങിക്കുവാൻ പാടില്ല. പുതിയതായിട്ടുള്ള ഒന്നും ഈ വാവ് കഴിയുന്നത് വരെ വാങ്ങിക്കുവാൻ പാടുള്ളതല്ല. വീട്ടിൽ ഉപയോഗിക്കാത്തത് അല്ലെങ്കിൽ പഴയതായിട്ട് എന്തെങ്കിലും ഇരിക്കുന്നുണ്ട്, തുണി, ഡ്രസ്സായിട്ടുള്ള എന്തുണ്ടെങ്കിലും അത് ഉപയോഗിച്ചുള്ളൂ, കുഴപ്പമില്ല. പുതിയതായിട്ട് ഭവനത്തിലേക്ക് ഒന്നും വാങ്ങിച്ചു കൊണ്ടുവന്ന് ഉപയോഗിക്കുവാൻ ഈ ദിവസങ്ങളിൽ പാടുള്ളതല്ല. കത്തി, മൺവെട്ടി പോലുള്ള മൂർച്ചയുള്ള വസ്തുക്കൾ ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കരുതെന്നും പറയുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ പുതിയത് വാങ്ങിക്കുവാനും പാടില്ല എന്നുണ്ട്. അപ്പോൾ ഉപയോഗിക്കരുതെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. മൂർച്ചയുള്ള വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയുമ്പോൾ അത് നമ്മൾക്ക് പാചകം ചെയ്യാൻ, കറിക്ക് അരിയാനൊക്കെ ഇരുമ്പിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. എങ്കിൽ പോലും പുതിയതായിട്ട് ഈ മൂർച്ചയുള്ള ആയുധങ്ങളൊന്നും ഭവനത്തിലേക്ക് വാങ്ങിക്കുവാൻ പാടുള്ളതല്ല. അപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. എപ്പോഴും ശ്രദ്ധിച്ചുപയോഗിക്കുക. പക്ഷെ പുതിയതായി ഭവനത്തിലേക്ക് ഇങ്ങനെയുള്ള ആയുധങ്ങളൊന്നും ഈ ദിവസങ്ങളിൽ വാങ്ങിക്കുവാൻ പാടുള്ളതല്ല.
അടുത്തതായി വാവ് കഴിയുന്നത് വരെ നമ്മൾ സ്വയം ദേഷ്യം നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ കുട്ടികൾ മുതിർന്നവരെയും മാതാപിതാക്കളെയും ഒക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പിതൃപ്രീതി ലഭിക്കുവാൻ കാരണമാകും. അതുകൊണ്ട് നമ്മൾ കുട്ടികളായാലും മുതിർന്നവരായാലും ദേഷ്യം ഒന്ന് നിയന്ത്രിക്കാൻ ഈ വാവ് കഴിയുന്നത് വരെ ഉള്ള ദിവസങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ദേഷ്യം നിയന്ത്രിക്കുകയും നമ്മളിൽ തലമുതിർന്നവരെ, നമ്മളെക്കാട്ടി പ്രായമുള്ള ആളുകളെ ബഹുമാനിക്കാൻ കൂടി ഈ ദിവസങ്ങൾ എപ്പോഴും മുതിർന്നവരോടുള്ള ബഹുമാനമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ അടിത്തറ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കുമ്പോൾ അത് ഭഗവാൻ തന്നെ നമ്മളിലേക്ക് കൃപ ചൊരിയുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ദിവസങ്ങളിൽ മാത്രമല്ല, ഇപ്പോഴും നമ്മൾക്ക് കാട്ടി പ്രായത്തിന് മുതിർന്നവരോട് ബഹുമാനിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടതൊക്കെ വളരെ അത്യാവശ്യമാണ്. എങ്കിൽ പോലും ഈ ദിവസങ്ങളിലെ കാര്യം വളരെ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമുക്ക് പിതൃപ്രീതി ലഭിക്കാൻ ഈ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ നമുക്ക് സാധ്യമാകുന്നതാണ്. അതേപോലെ വാവ് ദിവസത്തിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ പുണ്യകരമാണ്. അതേപോലെ മന്ത്രജപവും നാമജപവും എന്തും ചെയ്യുന്നുണ്ടെങ്കിലും അത് പൂർത്തിയാക്കാൻ കൂടി ഈ ദിവസം ശ്രദ്ധിക്കണം. പകുതിക്ക് വെച്ച് ഇപ്പോൾ വളരെ താല്പര്യത്തോടു കൂടിയായിരിക്കും എന്തെങ്കിലും മന്ത്രങ്ങൾ ചൊല്ലാനായിട്ട് വന്ന് വിളക്കിന് മുന്നിലൊക്കെ ഇരിക്കുന്നത്. പക്ഷെ പകുതിയായി കഴിയുമ്പോൾ അയ്യോ വയ്യ മടുത്തെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകില്ല. ആ ചെയ്യുന്ന കാര്യം ഇച്ചിരി കഷ്ടപ്പെട്ടായാലും അത് പൂർത്തിയാക്കുക. ഒരു വർഷം നീളുന്ന ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും. അത് പിതൃക്കളുടെ ഭാഗ്യം, നിങ്ങൾ ആ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഭാഗ്യം ആ ഒരു വർഷത്തിൽ ഉടനീളം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എന്ത് പ്രവൃത്തിയാണോ, നാമം ചൊല്ലുകയായാലും മന്ത്രജപമായാലും എന്ത് കാര്യമായാലും പാതി വഴിക്ക് ഈ കർക്കിടക വാവ് കഴിയുന്നത് വരെ മന്ത്രജപങ്ങളൊക്കെ ചെയ്യുന്നത് പാതി വഴിക്ക് മുടക്കി ഇട്ടിട്ട് പോകരുത്, പൂർത്തിയാക്കുക തന്നെ വേണം. അത് പിതൃപ്രീതിക്ക് കാരണമായി തന്നെ ഭവിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ വാവ് കഴിയുന്നത് വരെ പൊട്ടിയ പാത്രം, പൊട്ടിയ കണ്ണാടി എന്നിവ ഒന്നും ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. അതേപോലെ കള്ളം പറയുകയോ ദുഷ്കർമ്മങ്ങൾ ചെയ്യുകയോ അരുത്. ദുഷ്ചിന്തകൾ പോലും മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല ഈ വാവ് കഴിയുന്നത് വരെ. പിതൃദോഷം വരുത്തി വയ്ക്കുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ. അതേപോലെ തന്നെ പക്ഷി മൃഗാദികളെയും ഉപദ്രവിക്കുവാൻ പാടുള്ളതല്ല ഈ വാവ് കഴിയുന്നത് വരെ. പക്ഷേ എങ്കിൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതാണ്. വൃത്തിയും ശുചിത്വവും അത്യാവശ്യമാണ്. മറ്റുള്ളവരെ ബഹുമാനിക്കേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ പക്ഷി മൃഗാദികളെ ഒന്നും ഉപദ്രവിക്കാതിരിക്കേണ്ടതൊക്കെ ഒരു ജീവിതത്തിൻ്റെ നമ്മൾക്ക് അത് പുണ്യം ലഭിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എങ്കിൽ പോലും നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തത് ഈ കർക്കിടക വാവ് കഴിയുന്നത് വരെയും ആ വാവിനോട് അനുബന്ധിച്ച ദിവസങ്ങളിലും കർക്കിടക വാവ് ദിവസത്തിലും ഒന്നും ചെയ്യാൻ പാടില്ലാത്ത, കാരണം പിതൃക്കൾ നമ്മളുടെ ക്ഷേമം അന്വേഷിക്കാൻ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ അവരുടെ കുടുംബാംഗങ്ങളെ കാണാനായി വരുന്ന വേളകളിൽ നമ്മൾ അലക്ഷ്യമായി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവർക്ക് നമ്മളോട് അതൃപ്തി, ദേഷ്യം ഒക്കെ ഉണ്ടാക്കുന്നതിന് കാരണമാകുകയും അത് മുഖേന പിതൃദോഷം നിങ്ങളിലേക്ക് എത്തിച്ചേരാനും ഒക്കെ കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെയുള്ള തെറ്റുകൾ ഈ ദിവസങ്ങളിൽ ചെയ്യുവാൻ പാടുള്ളതല്ല. കാരണം നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ വരുന്ന തലമുറ കൂടി അനുഭവിക്കേണ്ടി വരുന്നു. അതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട അത്യാവശ്യമാണ്. അതുകൊണ്ട് ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇത് പറഞ്ഞു തരുന്നത് വീണ്ടും വീണ്ടും ഓർമ്മയിലേക്ക് നിൽക്കാനും അരുതാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ കൂടിയാണിത്. ചെയ്യാൻ പാടില്ലാത്തവയാണ്. ദോഷങ്ങൾ വരുത്തി വെച്ചിട്ട് പിന്നെ അതിൻ്റെ പിറകെ കരഞ്ഞ് നടക്കുന്നതിനകത്ത് അർത്ഥമില്ല. അപ്പോൾ എന്താ വേണ്ടത്? അതിനു മുന്നേ ദോഷങ്ങൾ വരാതിരിക്കാൻ നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന, കാരണം നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു ദോഷത്തിലേക്ക് പോകുവാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ വാക്കാലോ പ്രവൃത്തിയാലോ ദോഷം വരാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. അപ്പോൾ കർക്കിടക വാവാണ് പിതൃപ്രീതി ലഭിക്കാൻ നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഭവനത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇവയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നത്. നന്ദി.